ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികൾക്ക് ഏവർക്കും പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 9, 3 നോയമ്പിലെ പേതൃത്വ ഞായർ. സകല വിശുദ്ധ പിതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും ഓർമ്മ. മാത്യൂസ് മാർ എപ്പിഫാനിയോസ് മെത്രാപ്പൊലീത്തയുടെ 16-ാം ഓർമ്മ. കൊല്ലം സെന്റ് തോമസ് കത്തീഡ്രൽ. ഇന്ന് എവങ്കല്യോൻ ഭാഗത്ത് വായിച്ച് നമ്മൾ കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ലൂക്കോസ് എവങ്കല്യോസ്തായുടെ സുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 32 വരെയുള്ള ഭാഗമാണ്. സകല പിതാക്കന്മാരുടെയും ഓർമ്മ. സാധാരണ അത് ഫെബ്രുവരി 3-ാം തീയതി ആണ് വരിക. എന്നാൽ ഇന്ന് നാം വായിക്കുന്ന വേദഭാഗവും ഇന്നത്തെ ദിവസത്തെ ഓർത്താണ്. അതോടൊപ്പം തന്നെ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള ഭാഗവും ഇന്നേ ദിവസം ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ ഗിരിപ്രഭാഷണമാണ് ഈ ദിവസത്തെ ചിന്താവിഷയം. ഒരു ശിഷ്യനായിരിക്കേണ്ട പ്രധാന ഗുണങ്ങളും മൂല്യങ്ങളുമാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറയുന്നത്. പ്രധാനമായും 9 ധർമാചരണങ്ങളാണ് പ്രസിദ്ധമായിട്ടുള്ളത്. ഒന്നാമത്തത് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള ഭാഗം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. സമ്പത്ത് പലപ്പോഴും ദൈവത്തെയും ആവശ്യക്കാരെയും, അതായത് ദരിദ്രനെയും അവഗണിക്കാനിടയാകാറുണ്ട്. ആത്മീയ ദാരിദ്ര്യം സ്വർഗീയമായ അഭിവൃദ്ധിയുടെ കുറവിനെ കാണിക്കുന്നു. ഇവിടെ ലൗകികമായ സന്തോഷത്തെയോ സമ്പന്നതയോ അല്ല അർത്ഥമാക്കുന്നത്. ആത്മീയ ദാരിദ്ര്യം ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിക്കുന്നതിനിടയാകും. ആ അവസ്ഥയാണ് ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുഃഖിക്കുക അഥവാ വിലപിക്കുക എന്നത് 3 വിധത്തിലുണ്ട്. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളാൽ ദുഃഖമുണ്ടാകാം, പാപത്താൽ ദുഃഖമുണ്ടാകാം, ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ദുഃഖമുണ്ടാകാം. ഇവയിൽ പാപത്താൽ ഉണ്ടാകുന്ന പശ്ചാത്താപത്തിൻ്റെ ദുഃഖം അത് വിശുദ്ധിയിലേക്ക് വളരുന്നതിന് കൂടുതൽ പ്രയോജനകരമാവും. അതുകൊണ്ട് തന്നെ ഭാഗ്യകരവുമാണ്. മൂന്നാമത്തത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. പ്രതികൂലങ്ങളിൽ സൗമ്യതയോടെ സഹിക്കുന്നതാണ് ഭാഗ്യകരമായിട്ടുള്ളത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സ്വന്തം ഇഷ്ടത്തോട് സഹിക്കുന്നതിന് താല്പര്യപ്പെടുമ്പോൾ പിന്നിലുള്ള നിത്യതയിൽ അത് ഭാഗ്യാവസ്ഥയ്ക്ക് കാരണമാകും. അപമാനത്തിലും ബഹുമാനത്തിലും തൃപ്തിയുള്ള മനോഭാവമാണ് സൗമ്യത. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ളതാണ് 4-ാമത്തെ പോയിന്റ്. ശാരീരികമായ വിശപ്പും ദാഹവും ഭക്ഷണത്തിനായി തീവ്രമായ ആഗ്രഹം ജനിക്കുന്നത് പോലെ നീതിക്കായുള്ള തീവ്രമായ വിശപ്പും ദാഹവും അത് ഭാഗ്യാവസ്ഥയാണ്. അപ്രകാരം നീതിക്കായി തീവ്രമായി യത്നിക്കുമ്പോൾ ദൈവം നമുക്ക് നീതി നൽകുകയും നാം സംതൃപ്തരാകുകയും ചെയ്യും. അത് ഭാഗ്യാവസ്ഥയാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. അവർക്ക് കരുണ ലഭിക്കും. 5-ാമത്തെ പോയിന്റ്. നീതി എന്ന് പറയുന്നത് അർഹിക്കുന്നത് കൊടുക്കുന്നതിനാണ്. എന്നാൽ കരുണ എന്ന് പറയുന്നത് അർഹിക്കാത്തത് കൊടുക്കുക എന്നതാണ്. അപ്രകാരം കരുണയുള്ളവരായിരുന്നാൽ ദൈവം നമ്മോട് കരുണ ചെയ്യും. നാം അർഹിക്കാത്ത നന്മ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്. മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാവും. യാക്കോബ് ശ്ലീഹായുടെ പൊതുലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇതെടുത്ത് പറയുന്നുണ്ട്. നീതിമാന്മാരായിരിക്കുകയും അതുപോലെ തന്നെ കരുണയുള്ളവരായിരിക്കുകയും ചെയ്യുക എന്നത് ക്രിസ്തീയ ശിഷ്യർക്ക് ആവശ്യമാണ്. 6-ാമത്തെ പോയിന്റ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ സുവിശേഷ ഭാഗത്ത് വിവരിക്കുന്ന ധർമ്മ ആചരണങ്ങളിൽ ഭൂരിഭാഗം വാഗ്ദാനങ്ങളും നിത്യതയിലാണ് അവകാശമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യ ആരാധന നിർമ്മലമായ മനസ്സിൽ നിന്നാണ് ഉയരുന്നത്. അതുകൊണ്ട് യഥാർത്ഥമായ ആരാധന ദൈവത്തെ മുഖാമുഖമായി കാണുന്നതിനുള്ള ഭാഗ്യാവസ്ഥയിലേക്ക് നയിക്കുന്നു. 7-ാമത്തേത് സമാധാനമുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഈ ലോകത്തിലെ ജീവിതം സംഘർഷഭരിതമാണ്. മത്സരങ്ങളും കീഴ്പ്പെടുത്തലുകളും അധികാര വിനിയോഗവും സാമ്പത്തിക നേട്ടങ്ങളും എന്നിങ്ങനെ നിരവധിയായ കാരണങ്ങളാൽ എപ്പോഴും അസമാധാന അന്തരീക്ഷത്തിലേക്ക് മനുഷ്യൻ തള്ളിവിടപ്പെടുന്നു. എന്നാൽ ഈ ലോകത്തിലേക്ക് ജനിച്ച നാം ദൈവം വിളിക്കുന്ന സമയം വരെയും ജീവിക്കേണ്ടത് ആവശ്യമാണ്. അസമാധാനം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും അകന്ന് നിൽക്കാനും
അതേ സമയത്ത് സത്യത്തിൻ്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കുവാനും സാധിക്കേണ്ടതാണ്. എട്ടാമത്തത്, നീതി നിമിത്തമായിട്ട് ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ദീർഘദർശിമാരും പരിശുദ്ധന്മാരുമായ പിതാക്കന്മാരും രക്തസാക്ഷികളും സത്യവിശ്വാസത്തിനു വേണ്ടിയും ദൈവാരാധനയെ പ്രതിയും ഉപദ്രവിക്കപ്പെട്ടവരാകുന്നു. ആദിമസഭയിലെ സ്തെഫാനോസ് സഹതായും അതിനു മുമ്പ് യോഹന്നാൻ സ്നാപകനും പിന്നീട് നിരവധിയായ പരിശുദ്ധന്മാരും ഉപദ്രവിക്കപ്പെട്ടവരാണ്. രക്തസാക്ഷികളുടെ രക്തം സഭയ്ക്ക് വളമായി തീർന്നുവെന്നും അവരുടെ കഴുത്തിൽ നിന്ന് കളരുതിരത്താൽ ഒഴുകിയ രക്തത്താൽ അവർ സ്നാനമേറ്റു എന്നും അവരുടെ പെരുന്നാളുകളിൽ നാം പാടി പറയുന്നു. ഒമ്പതാമത്തത്, മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും എന്നെ പ്രതി നിങ്ങൾക്കെതിരായി സർവ്വ ദുർവാക്കുകളും അസത്യമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ ദ്വേഷിച്ചു കഴിഞ്ഞു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 15:18. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാത്തവണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 17:15 എന്ന യേശുക്രിസ്തുവിൻ്റെ പ്രബോധനം ജീവിതത്തിൽ അന്വർത്ഥമാകുമ്പോൾ അത് ആഴം ഗ്രഹിക്കുവാൻ നമുക്ക് തരുന്ന ഒരു ചിന്തയാണ്. കർത്താവിൻ്റെ വീണ്ടും വരവിനായി കാത്തിരിക്കുന്നവർക്ക് അത് ആശ്വാസകരവും ലഘൂകരവുമായതിനാൽ ആശ്രയിക്കുന്നവർക്ക് ഇവ നിരാശ ഉളവാക്കുന്നതുമായിരിക്കും. സകല പിതാക്കന്മാരെയും അനുസ്മരിക്കുന്ന ഈ ദിവസത്തെ സുവിശേഷ ഭാഗം അവരുടെ ജീവിതത്തിന് പുതിയ അർത്ഥവും മാനവും നൽകുന്നതാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം ഇവിടെ ലൂക്കോസ് എവൻഗലിയോസ്തയുടെ വേദഭാഗം നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ഇപ്രകാരമാണ്. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത് എന്ന് വായിച്ചു തുടങ്ങുന്ന ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നാം ഈ ലോക ഇമ്പങ്ങളുടെ, ഈ ലോക സുഖങ്ങളെ പുറകെ ഓടാതെ ദൈവം നമ്മോട് പറഞ്ഞതായ രീതിയിൽ അവനെ ആശ്രയിച്ച് അവനിൽ സമർപ്പിച്ച് നാം ജീവിക്കുന്നുവെങ്കിൽ ഈ വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് സ്വർഗരാജ്യത്തിന് നമുക്ക് അവകാശിയാകുവാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് ഈ വേദഭാഗം പറയുന്നുണ്ട്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.